നമ്മുടെ കാത്തിരിപ്പുകളും ആഗ്രഹങ്ങളും എല്ലാം നല്ലതിനു വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ലത് സംഭവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുപോലെ നമുക്ക് ലഭിക്കുന്നതെല്ലാം നല്ലതായിരിക്കണമെന്നാണ് നമ്മുടെ താല്പര്യം. ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി തേടിയിറങ്ങുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താ? നല്ല ഒരു ഉപജീവന മാർഗം ലഭിക്കണം. ഒരു ജീവിത പങ്കാളിയെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ താല്പര്യം നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിക്കണം. അതുപോലെ ഒരു കൂട്ടുകാരനെ അന്വേഷിക്കുമ്പോൾ അവൻ നല്ലവനായിരിക്കണം, നല്ല ഒരു കൂട്ടുകാരനായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ഒരു അയൽക്കാരനെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല ഒരു അയൽക്കാരനായിരിക്കണം അവനെന്ന. എല്ലാം നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന, എല്ലാം നല്ലതിനായി മാത്രം കാത്തിരിക്കുന്ന പ്രിയ സഹോദര, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ നല്ലതാണോ? ഈ നല്ല ഒരു കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ല ഒരു കൂട്ടുകാരനാണോ? നിങ്ങൾ നല്ല ഒരു ജീവിത പങ്കാളി ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നല്ല ഒരു പങ്കാളിയാണോ? നിങ്ങൾക്ക് നല്ല ഒരു അയൽക്കാരനെ തേടുമ്പോൾ നിങ്ങളുടെ അയൽക്കാരന് നിങ്ങളൊരു നല്ല അയൽക്കാരനാണോ? ദൈവത്തിന്റെ വചനം ഇതിനെക്കുറിച്ച് എന്താ പഠിപ്പിക്കുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുക. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് ആ സ്വഭാവവും ആ പ്രകൃതവും ആ നല്ലതുമൊക്കെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. അങ്ങനെ നിങ്ങളിൽ ഇത് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും നല്ലത് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനായി നിങ്ങൾ എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ.